ഞാൻ പറഞ്ഞില്ലേ തുണി കഴുകാൻ പോയ കാല് തെറ്റിപ്പോയതാ വീണ്. പിന്നെ കീപ്പോട്ടങ്ങ് പോയി. പിന്നെ ഒന്നും തന്നെ അറിയാൻ വയ്യ. പിന്നെ അവിടെ ഇവിടെയും തട്ടി അങ്ങ് പോയി. കീപ്പോട്ട് പോയി പൊരിക്ക വരെ പോയി. എനിക്ക് നീന്താൻ അറിയത്തില്ല. മുട്ടിഞ്ച് വെള്ളത്തിൽ പോലും ഇറങ്ങാം കേല. കയറ്റി മുങ്ങി താഴുമായിരുന്നു. അങ്ങ് വെള്ളം കുടിക്കുകയും മുങ്ങി താഴി. പിന്നെ അതുകൊണ്ട് വന്ന് ഇങ്ങനെ മലന്ന് കിടക്കി. പിന്നെ 7 മണിക്കൂർ. പൊരിക്കുള്ളവരാ. പൊരിക്കുള്ള അവിടെ ഒരു അരുവിന് കാടിൻ്റെ അവിടെ കയറ്റി ഇങ്ങനെ മുങ്ങി അന്നേരം താണപ്പോൾ അവർ പറയുന്ന അലറിയെന്ന്. അങ്ങനെ അവർ ശബ്ദം കേട്ടത്. അങ്ങനെ അവർ വന്ന് പിടിച്ച് രക്ഷിച്ചത്. അവിടെ ഉള്ളവരാ. അവർ പിള്ളേർ പെണ്ണുങ്ങളാരാണ്ട് കണ്ടു കിടന്ന് വിളിച്ചു പോവിയാ. ഇല്ല ചെന്ന് അടിച്ചു നോക്കി തട്ടി കറങ്ങി അങ്ങ് പോയത്. ഫയർഫോഴ്സ് വന്നെന്ന് പറയുന്നു. അവിടെ അല്ല, മേളിലെങ്ങാണ്ടാ വന്നേ. പിടിച്ച് കയറ്റിയെടുത്തല്ല. പോലീസുകാർ അവർ വിളിച്ചായിരുന്നു. പിടിച്ച് കയറ്റിയവർ വിളിച്ചു. ശാസ്താംകോട്ട ജില്ലാ ആശുപത്രി. കൊട്ടാരക്കര ആശുപത്രി. കൊല്ലത്തേക്ക് പിന്നെ ആട്ടിന് അസുഖമുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ ഉണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ കൊല്ലത്തേക്ക് വിട്ടു. എവിടെ? കൊല്ലത്തോ? കൊല്ലത്താറ്. മിനിഞ്ഞാന്ന് വൈകിട്ട്. ക്ഷീണവും ശരീരത്തൊക്കെ വേദനയുണ്ട്. അതുകൊണ്ടുണ്ട്. 15 ദിവസത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട്. ആരാണ്ടൊക്കെ പാലത്തെ ഇരുന്ന് കണ്ട് ഞാൻ ഒരാൾ പോന്നേ. അവർ പോലീസുകാരെ വിളിച്ച് പറഞ്ഞ് അറിയിപ്പിച്ചെന്നു. ഫോട്ടോ എടുത്ത് അയച്ചു. പക്ഷേ അങ്ങോട്ട് പോകാൻ വന്നപ്പോൾ പിന്നെ ആരോ പോന്നെന്ന് അറിഞ്ഞുകൊണ്ട് കാണാൻ വന്നതാ. വന്നപ്പോൾ ഞാനായിരുന്നു. അവൻ പിന്നെ മെമ്പറെ എല്ലാവരെയും വിളിച്ച് അറിയിപ്പിച്ചു. 2 വീടും കിടക്കും. ആരോ ഒരാളിങ്ങനെ അവിടെ താമസം. പോകാൻ ഇറങ്ങിയപ്പോൾ ആരാണ്ട് ഒരാളിങ്ങനെ കീപ്പോട്ട് പോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ വന്നതാ. വിഷമിച്ചിരുന്നത്. അമ്മ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ ദൈവങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവങ്ങൾക്കും രക്ഷിച്ചവർക്കും ഒക്കെ നന്ദി പറയുന്നു.